നിങ്ങൾക്ക് എത്ര പേർക്ക് ബസ് യാത്ര ഇഷ്ടമാണ്? ഒന്ന് കൈവക്കാവോ? നിങ്ങൾക്കൊക്കെ പോയി ചത്തൂടെ? എനിക്ക് തോന്നുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഈ പെൺകുട്ടി ലിഫ്റ്റ് ചോദിക്കാത്തത്. ഒന്ന്, അവർക്ക് അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് യാത്ര ചെയ്യണ്ടേ. രണ്ട്, അവർ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ലിഫ്റ്റ് കിട്ടും. ആമ്പിള്ളേരാണ് ഈ സൈഡിൽ നിന്ന് കൈ കാണിച്ചാൽ മാത്രം പോരാ, നടുക്കുന്ന് ഡാൻസ് വരെ കളിക്കേണ്ടി വരും ലിഫ്റ്റ് കിട്ടണം. Play and Center Square Mall presents Kerala Comedy Combat, brought to you by Hamster Air Conditioners, redefining quality. Grooming partner Tony and Guy, radio partner Club FM 94.3, fashion partner R&B, cinema partner Cinepolis and food partner Hotbox. സൈഡ് പ്ലേയും സെന്റർ സ്ക്വയർ മോളും ചേർന്ന് അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി ചാലഞ്ച് ആണ് കേരള കോമഡി കോംബാറ്റ്. ആക്ട്രസ് മമത മോഹൻദാസ് ആയിരുന്നു ഇതേ സെന്റർ സ്ക്വയർ മാളിൽ വെച്ചിട്ട് ഈ ഒരു കേരള കോമഡി കോംബാറ്റിന്റെ ടൈറ്റിൽ അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേരളത്തിലുടനീളം നടന്ന ഓഡിഷൻസിലും ഈ സെന്റർ സ്ക്വയർ മാളിൽ വെച്ചിട്ട് നടന്ന ഓപ്പൺ മൈക്ക് ഓഡിഷൻ, കോളേജസിൽ നടന്ന ഓഡിഷൻ, ഇതിനെല്ലാം ശേഷം അവിടെ നിന്ന് എൻട്രീസ് നേടി ഇവിടെ ഈ കേരള കോമഡി കോംബാറ്റിന്റെ വേദിയിലെത്തി മത്സരിച്ച് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 6 പേര് ഇനി വീണ്ടും ഇതേ വേദിയിൽ മത്സരിക്കാൻ പോവുകയാണ്. On Kerala Comedy Combat Finale Super 6. നമസ്കാരം, എൻ്റെ പേര് തോമസ് എന്നാണ്. സത്യം പറയാം, നമ്മൾ എന്തിനാണ് ഈ ഒരു പരിപാടി നടത്തണേ? കാരണം കേരളത്തിലെ ബെസ്റ്റ് സ്റ്റാൻഡപ്പ് കോമഡി ഞാനാ. നിങ്ങൾക്ക് പലർക്കും വിശ്വാസമായെല്ലാം തോന്നുന്നു. ഞാൻ തെളിയിച്ചു തരാം, തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഗൂഗിൾ, ഹൂ ഈസ് ദ ബെസ്റ്റ് സ്റ്റാൻഡപ്പ് കോമഡിയൻ ഇൻ കേരള? To Wikipedia, it is Thomas K. Kalunkel from Mar Athanasius College of Engineering. ഹേറ്റേഴ്സ് ഇത് ഫേക്ക് ആണെന്നൊക്കെ പറയും, ഞാനത് മൈൻഡ് ചെയ്യാൻ പോകാറില്ല. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു, ഞാൻ പഠിച്ചത് ബിടെക് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബിടെക് കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യതയും ഈ ഒരു പരിപാടിയും ഏകദേശം ഒരേപോലെയാണെന്നാണ്. കാരണം 10-30 പേര് ആപ്റ്റിറ്റ്യൂഡ് എഴുതും, പക്ഷെ 6 പേരെ മാത്രമാണ് ഇന്റർവ്യൂവിന് വിളിക്കുക. അതിനകത്ത് ഒരാളെ മാത്രമാണ് ജോലി കിട്ടുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ HR മാനേജേഴ്സിനെയൊക്കെ കണ്ട പോലെ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഞങ്ങളുടെ ഫുണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂർ ചോദിച്ചു, നിങ്ങളുടെ കേരളത്തിലെ ഒരു റോട്ടിൽ കൂടെ ഒരു കാറ് 140 km/h പോകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് റോട്ടിൽ കൂടെ ഒരു കാറ് 160 km/h പോകുന്നു. നടുക്കുന്ന ഒരാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇയാളെ ഈ 2 കാറുകൾ എപ്പോൾ ക്രോസ് ചെയ്യും? എൻ്റെ കൂട്ടുകാരൻ ചാടി പറഞ്ഞു, സാർ 10 മിനിറ്റ്. ഇന്റർവ്യൂ പറഞ്ഞു, മോനെ 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് ആണല്ലോ ആൻസർ. അപ്പോൾ പറഞ്ഞു, സാറേ എന്താണെന്നറിയോ, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു പട്ടി വട്ടം ചാടിയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കൺഫ്യൂഷൻ ഇതല്ല, കേരളത്തിലെ ഏത് റോഡിൽ കൂടെയാണ് ഈ വണ്ടി 140-160 km/h കൂടെ പോണേ? കാരണം കേരളത്തിലെ എല്ലാ റോഡുകളെ പറ്റി പറയാനാണെങ്കിൽ ബാക്കി എല്ലാ നാട്ടിലും സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി സ്പീഡ് ബ്രേക്കേഴ്സ് വയ്ക്കും. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ഇൻബിൽഡായിട്ട് കുണ്ടും കുഴിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് കുറച്ചേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പം ഞാനും എൻ്റെ അനിയത്തിനെ ഒരു കലാകാരിയാക്കാൻ തീരുമാനിച്ചു. കുറച്ചു കാലം മുമ്പ് വരെ ഞാനായിരുന്നു അവളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ജീവനി കൊതി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാനും അവളും കൂടെ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഇറക്കിറങ്ങായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടി ഇറക്കല്ലേ, നമുക്ക് പതുക്കപ്പം നീ ഗിയർ ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞു. അവൾ ഗിയറിൽ പിടിച്ച് തിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഗിയർ കറക്റ്റായിട്ടാണോ വീണേന്ന്? ഗിയർ കറക്റ്റായിട്ടാണോ വീണേന്ന് എനിക്കറിയാൻ പാടില്ല, ഞങ്ങൾ കറക്റ്റായിട്ട് ആ പാടത്തായിട്ട് വീണത്. അപ്പോൾ ഇങ്ങനെ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്കിൽ പോകാൻ നേരത്ത് ഒരു ചേട്ടൻ റോട്ടിൽ നിന്ന് പറഞ്ഞു, ചേട്ടാ സ്റ്റാൻഡ്. ഞാൻ പേടിച്ചിട്ട് വണ്ടി എടുത്തിട്ട് സ്റ്റാൻഡ് ഇടാൻ നോക്കിയപ്പോൾ ഓൾറെഡി സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നോട് ചോദിച്ചു, എടാ ഓൾറെഡി സ്റ്റാൻഡ് ഇട്ടുണ്ടല്ലോ. ചേട്ടാ ആ സ്റ്റാൻഡിലേട്ടാ ബസ് സ്റ്റാൻഡ് ഒരു ലിഫ്റ്റ് വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ പലരും ഞാൻ ലിഫ്റ്റ് കൊടുക്കണതും മേടിക്കണതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചോദിക്കണേ ഞാൻ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? മാം ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? അതാണ് പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നത് 2 കാരണം കൊണ്ടാണ് ഈ പെൺകുട്ടി ലിഫ്റ്റ് ചോദിക്കാത്തത്. ഒന്ന്, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് യാത്ര ചെയ്യണ്ടേ. രണ്ട്, അവർ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ലിഫ്റ്റ് കിട്ടും. ആമ്പിള്ളേരാണ് ഈ സൈഡിൽ നിന്ന് കൈ കാണിച്ചാൽ മാത്രം പോരാ, നടുക്കുന്ന് ഡാൻസ് വരെ കളിക്കേണ്ടി വരും ലിഫ്റ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു പയ്യൻ ലിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ആ പയ്യൻ അവൻ്റെ പോക്കറ്റ് അടിച്ചു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്താൻ ഉദ്ദേശിക്കണില്ല. വൈകിട്ട് പോലീസ് കൈ കാണിച്ചു. അപ്പോൾ ഇവനെ സ്ഥിരമായിട്ട് പോലീസ് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചപ്പോൾ അവനോട് ചോദിച്ചു, അവൻ സത്യം പറഞ്ഞാൽ ബാറിൽ പോയിട്ട് വന്നാ, എവിടെ പോയിട്ട് വന്നാടാന്ന് ചോദിച്ചു. അവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ചോദിച്ചു, എവിടെ പോയിട്ട് വന്നാ? അവൻ പറഞ്ഞു, സാറേ പെട്രോൾ അടിക്കാൻ പോയിട്ട് വന്നാ. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞു എവിടെ പോയിട്ട് വന്നാ? സത്യമായിട്ടും പെട്രോൾ അടിക്കാൻ പോയിട്ട് വന്നാ. എടാ ഇലക്ട്രിക് സ്കൂട്ടറിൽ എങ്ങനെയാടാ പെട്രോൾ അടിക്കണേ? അപ്പോൾ അവനെ അന്ന് പിടിച്ച് അകത്തിട്ടു. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾക്കൊക്കെ ഇത്രയും ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ക്യാമറ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് ഈ ഹെൽമെറ്റിനൊക്കെ ഭയങ്കര ഡിമാൻഡ് കൂടിയത്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇങ്ങനെ വണ്ടി സൈഡിൽ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്ന് നോക്കാൻ നേരത്ത് എൻ്റെ ഹെൽമെറ്റ് കാണാനില്ല. ഞാൻ കുറേ നേരം നോക്കി. അവസാനം ഒരു വഴിയിലാന്ന് കണ്ടപ്പോൾ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു.
വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ ചിലപ്പോൾ ആ അത്യാവശ്യത്തിന് കൊണ്ടുപോയതായിരിക്കും, അവർ തിരിച്ച് ഹെൽമെറ്റ് കൊണ്ടുവയ്ക്കാൻ നേരത്ത് വണ്ടി കണ്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പോൾ നീ വണ്ടി തിരിച്ചു കൊണ്ട് വയ്ക്ക്, എന്നിട്ട് ഒരു 2-3 മണിക്കൂർ ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ 2-3 മണിക്കൂർ ചെന്ന് നോക്കാൻ നേരത്ത് ഹെൽമെറ്റ് അവിടെ ഉണ്ടായിരുന്നു, വണ്ടി കാണാനുണ്ടായില്ല. വണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയതാ, അവൻ അത്യാവശ്യത്തിന് കൊണ്ടുപോയതാണ്, അവൻ റൈഡറാണ്. അപ്പോൾ ഇവന് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഇവൻ ഒടുക്കത്തെ സ്പീഡാണ്. അപ്പോൾ ഞാൻ അവനോട് ഒരു ദിവസം ചോദിച്ചു, എടാ നീ എന്താണ് അത്ര സ്പീഡിൽ പോണേ, നിനക്കും എന്നെ പോലെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇതൊക്കെ ഒരു ത്രില്ലല്ലേ, എടാ നിനക്ക് ത്രില്ലിൽ പോകണമെങ്കിൽ നിനക്കൊരു ആംബുലൻസ് ഡ്രൈവറെ ട്രൈ ചെയ്തൂടെ, എന്താണ് ഞാൻ ഇത്ര സ്പീഡിൽ ആൾക്കാരെ എത്തിക്കുന്നതുകൊണ്ടാണോ? അല്ല, നീ എന്താണല്ലോ ഈ സ്പീഡിലാണ് പോകണമെങ്കിൽ അതിനകത്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ റൈഡേഴ്സിനെ പോലെ തന്നെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരോടുണ്ട് നമ്മുടെ റോട്ടിൽ, അത് ബസ് ഡ്രൈവേഴ്സാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ബസ് യാത്ര ഇഷ്ടമാണ്? ഒന്ന് കൈവക്കാവോ? നിങ്ങൾക്കൊക്കെ പോയി ചത്തൂടെ? കാരണം ബസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-40 സീറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടത്തില്ല. പോരാതിന് വൃത്തിയായിട്ട ആചാരമുണ്ട് ഈ ബസ്സിൽ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല എനിക്ക് ബസ് യാത്ര ഇഷ്ടമല്ലാതെ. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വില മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ബസ്സിൽ കയറി വയ്ക്കാൽ മതി. കാരണം ബാക്കി എല്ലാവർക്കും റിസർവേഷൻ ഉണ്ട്, സ്ത്രീകൾക്ക്, കണ്ടക്ടർക്കും, മുതിർന്ന പുരുഷന്മാർക്ക് വരെ. എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കുക, നമ്മൾ ഈ വിദ്യാർത്ഥികളോട് നിന്ന് തവട് കൊടുത്ത് വാങ്ങിയതാണോ? അതേപോലെ തന്നെ ബസ്സിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബസ്സിലെ കണ്ടക്ടേഴ്സാണ്. ഇവർ പണ്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആവാൻ പോകാതെ പറ്റാതിൻ്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു ഇവർ ഈ ബസ്സിൽ തീർത്തുകൊണ്ടിരിക്കണേ. കാരണം എപ്പോഴും പറയും കയറുക, മുന്നോട്ട് പോ. സന്ദീപ് മഹേശ്വരി പോലും ഇത്ര മോട്ടിവേഷൻ തന്നിട്ടില്ല. അതേപോലെ തന്നെ ഇവർ ചില്ലറക്കാരെല്ലാം തെളിയിക്കുന്നതിന് വേണ്ടി ഇവരുടെ കയ്യിൽ ഒട്ടും ചില്ലറ കാണത്തില്ല. ഞങ്ങളുടെ അടുത്തൊന്നും 200 യോഗം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ ഒന്ന് ബസ്സിൽ 200 കൊതി കൊണ്ട് കോളേജിൽ 3 കിലോമീറ്റർ അകലെയുള്ള ബസ് സ്റ്റാൻഡ് വരെ നടന്നിട്ടുണ്ട്. കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന എന്നോട് എൻ്റെ ഒരു അമ്മാവൻ പറയാണ്, എടാ മോനെ 800 ഗ്രാമിൻ്റെ ഫോണൊക്കെ ചുമക്കും നിനക്കൊക്കെ ഒരു 80 ഗ്രാമിൻ്റെ ഒരു പേപ്പറും പേനയും കരുതുവാണെങ്കിൽ ഈ യാത്രക്കിടയിൽ വെച്ച് എന്തോ ഒരു ഐഡിയാസ് എഴുതിയെടുക്കാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മാവ എഴുതാൻ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോക്കറ്റ് കേട്ടിരുന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പേഴ്സായിരിക്കും കിട്ടുക. കാരണം അത്രയ്ക്കും നിൽക്കും തിരക്കുക. ഇങ്ങനെ ഞങ്ങളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ കല്ലില്ലാത്ത റേഷനറി കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ബസ്സിലും ഇപ്പോൾ ഭായിമാരാണ്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ നെയിം പ്ലേറ്റ് വരെ ഇപ്പോൾ ഹിന്ദിയിലേക്ക് തുടങ്ങി. എനിക്ക് ഈ ഭായിമാരുടെ പേഴ്സണലി പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നെ കാണുമ്പോൾ എന്തിനാണ് ഈ കണ്ടക്ടേഴ്സ് അരെ ഭയ്യ ഫ്രണ്ടിലേക്ക് ജാവോ അപ്പോൾ ഹാ ജാനാ ഹേ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ കൈയടിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നെ കാണാൻ എന്താ ഗൈസ് ഒരു ബംഗാളി ലുക്കുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബസ്സിലെ ഒബ്സർവേഷൻ. ഇനി ഒബ്സർവ് ചെയ്താൽ നല്ല തല്ലരും എന്നാണ് ആ ബസ്സിലെ 2 പെൺപിള്ളേർ പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല അവരെന്താ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബൈ ദ വേ ഞാൻ ഇത്ര നേരം ഏത് വാഹനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നേ? നിർത്തണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു, അല്ലാതെ ഹിന്ദിയിൽ ബസ് നിർത്തുന്ന പറഞ്ഞ് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. താങ്ക് യു. തോമസിന്റെ ഇല്ല ഇല്ലേ മാറിയില്ലേ? പെർഫോമൻസ് കഴിഞ്ഞു. സൂപ്പർ 6-ലെ ഒരു മെമ്പർ ആണ്. വിജയത്തിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. പ്രൈസ് മണി അടിച്ചോണ്ട് പോവോ? നാണമൊക്കെ വരുന്നു. നമുക്ക് എന്നാ റിയാക്ഷൻസിലോട്ട് പോയാലോ? ഓക്കെ, ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് ചോദിക്കാം. ജോൺ, അനീറ്റ, ഓക്കെ, ശബരീഷ്. ഓക്കെ, എന്നാ നമുക്ക് ഗസ്റ്റിനോട് 2 കമന്റ്സും കൂടെ ചോദിച്ചാലോ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള. വിഷ്ണു ചേട്ടാ, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ ഫസ്റ്റ് കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടി. ഫസ്റ്റ് പെർഫോം ചെയ്യാൻ ആദ്യം കയറണ കാര്യമല്ലല്ലോ, നമുക്ക് പെട്ടെന്ന് കണക്ട് ആയത് ഫസ്റ്റ് കിട്ടല്ലേ എന്നും പ്രാർത്ഥിച്ചിട്ട് ഒരാൾ മത്സരത്തിൽ വരുമോ എന്നാദ്യം തോന്നിയായിരുന്നു. അതും തമാശയ്ക്ക് പറഞ്ഞാന്ന് വിചാരിച്ചു, പക്ഷെ അത് അതിൽ കൂട്ടിയില്ല. എന്നാലും രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ആ പേടിയുടെ ഒരു ഷിവറിങ് ഉണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ചാൽ മൊത്തത്തിൽ രസമുണ്ടായി. കുറെ ചിരിക്കാനുള്ള അത് ആക്ട് ചെയ്ത കേട്ടാ. അതല്ലേ, ഇത് കൊള്ളാം, ഇത് നല്ല ഓർഡറാണ്. ഇല്ല, എല്ലാം നന്നായി. ഇടയിലൊക്കെ ഞങ്ങളെ ചിരിപ്പിച്ചു. കൺഗ്രാജുലേഷൻ. അതിൻ്റെ ഇടയിൽ മറന്നുപോയി എന്ന് പറയണ്ടായിരുന്നു. അത് ആക്ട് ചെയ്താണെന്ന് അറിയാം, എന്നാലും ഞങ്ങളത് ഒറിജിനലായിട്ട് മറന്നുപോയ പോലെ തോന്നുന്നു. ആ ഏരിയ ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു. ശരിക്കും അങ്ങനെ മറന്നുപോയ പോലെ തോന്നി. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ സൂപ്പർ 6-ലെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. വളരെ നന്നായിരുന്നു കേട്ടോ. ഞാൻ തുടക്കം തൊട്ട് വളരെ കഷ്ടപ്പെട്ടായിരുന്നു, വളരെ സ്ട്രഗിൾ ആയിരുന്നു. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിന്റെ വളരെ സപ്പോർട്ട്. ചേട്ടന്റെ പേരും ശ്രീറാമേടന്റെ ഒരു ഒരുപാട് മോട്ടിവേഷൻ, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയിപ്പിച്ചതല്ല കേട്ടോ. അപ്പൊ ഈ ടൈറ്റിൽ വിന്നർ ആവും എന്ന് പ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും. എത്ര ശതമാനമുണ്ട്? ഒരു പ്രാവശ്യം അല്ല 100%. ഇപ്പൊ മൊത്തത്തിൽ ഈ കേരള കോമഡി കോമ്പാറ്റ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഈ ഷോയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ്, ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷനിൽ 2 സെറ്റുകൾ ഒരു ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിനൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ
നമുക്ക് ഉറപ്പില്ലായിരുന്നു ടോപ്പ് 6-ലേക്ക് എത്തുമെന്ന്. ആ. പിന്നെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് കിട്ടി. ഓക്കെ, ഇനി length കുറവാണെന്ന് പറഞ്ഞാൽ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി. Kerala Comedy Combat, brought to you by Hamster Air Conditioners, redefining quality. Grooming partner Tony and Guy. Official radio partner Club FM 94.3. Fashion partner R&B. Cinema partner Cinepolis. Food partner Hotbox.